ഡിയോർസ് ലാമന്റ്. എക്സീറ്റർ ബുക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് ഡിയോർസ് ലാമന്റ്. 10-ാം നൂറ്റാണ്ടിലാണ് ഈ കവിത എക്സീറ്റർ ബുക്കിൽ രേഖപ്പെടുത്തിയത്. ആംഗ്ലോ സാക്സൺ കവിതകളുടെ ഒരു കളക്ഷൻ അഥവാ സമാഹാരമാണ് എക്സീറ്റർ ബുക്ക്. ഈ പ്രസ്തുത കവിതയുടെ എഴുത്തുകാരൻ അജ്ഞാതനാണ്. കവിതയുടെ പേര് ഡിയോർസ് ലാമന്റ് എന്നായതുകൊണ്ട് എഴുത്തുകാരൻ ഡിയോർ ആയിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കവിതയുടെ പേര് പോലെ ഡിയോറിൻ്റെ വിലാപങ്ങളാണ് ഈ പ്രസ്തുത കവിതയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഹിയോഡിങ്സ് ഭരിച്ചിരുന്ന രാജാവിൻ്റെ രാജ്യസദസ്സിലെ എഴുത്തുകാരനായിരുന്നു ഡിയോർ. രാജാവിന് പ്രിയപ്പെട്ടവനായിരുന്നു ഡിയോർ. രാജാവിന് പ്രിയപ്പെട്ടവനായിരുന്നിട്ട് കൂടി ഡിയോറിന് ഒരു പകരക്കാരൻ വന്നു. ഡിയോറിന് പകരമായി വന്ന വ്യക്തിയാണ് ഹിയോറെൻഡ. പതുക്കെ പതുക്കെ ഹിയോറെൻഡ രാജാവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റി. അങ്ങനെ ഡിയോറിന് സമ്മാനിക്കാമെന്ന് വാക്കു നൽകിയ വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം രാജാവ് ഹിയോറെൻഡയ്ക്ക് സമ്മാനിച്ചു. ഇതുപോലെ ചില വ്യക്തികളെക്കുറിച്ചുള്ള ഡിയോറിൻ്റെ വിലാപങ്ങളാണ് കവിതയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്കിനി പാഠഭാഗത്തോട്ട് പോകാം. കവിതയിൽ ആദ്യമായി പറയുന്നത് വീലൻഡ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ഒരു ജർമ്മൻ ബ്ലാക്സ്മിത്ത് അഥവാ കൊല്ലപ്പണിക്കാരനാണ് വീലൻഡ്. ഒരു ദിവസം വീലൻഡും സഹോദരന്മാരും ഹംസത്തിൻ്റെ ആകൃതിയിലുള്ള 3 ദേവതമാരെ കണ്ടുമുട്ടി, അതായത് സ്വാൻ, നിംഫ്സ്. അവർ തമ്മിൽ പ്രണയത്തിലാവുകയും വൈകാതെ തന്നെ വിവാഹിതരാവുകയും ചെയ്തു. അങ്ങനെ 7 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചു. തുടർന്ന് ദേവതകൾ അവരെ ഉപേക്ഷിച്ച് പറന്നകന്നു. പതുക്കെ വീലൻഡിൻ്റെ സഹോദരന്മാരും അവിടെ നിന്നും പോയി. എന്നാൽ വീലൻഡ് പോകാൻ കൂട്ടാക്കിയില്ല. ഭാര്യയുടെ തിരിച്ചുവരവിനായി അയാൾ കാത്തുനിന്നു. തിരിച്ചു വരുമ്പോൾ അവൾക്ക് സമ്മാനിക്കുവാൻ വേണ്ടി ഒരു സ്വർണ്ണ മോതിരവും അയാൾ പണിതു. വീലൻഡിൻ്റെ കഴിവിൽ ആകൃഷ്ടനായ നിതാഡ് അയാളെ സ്വന്തം അടിമയാക്കണമെന്ന് ആഗ്രഹിച്ചു. സ്വീഡൻ എന്ന രാജ്യത്തിൻ്റെ രാജാവാണ് നിതാഡ്. അങ്ങനെ പാതാളത്തിലെ ഒരു ഇരുട്ടറയിൽ വീലൻഡിനെ നിതാഡ് തടവിലാക്കി. തടവറയിൽ നിന്നും രക്ഷപ്പെട്ട വീലൻഡ് നിതാഡിനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി നിതാഡിൻ്റെ 2 അവകാശികളെ വീലൻഡ് കൊന്നു. എന്നാലും സ്വന്തം പ്രതികാരത്തിൽ വീലൻഡ് തൃപ്തനായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സ്വർണ്ണമോതിരം നിർമ്മിച്ചു കൊടുക്കണമെന്ന ആവശ്യവുമായി ബിയോഡിഹിൽഡ് വീലൻഡിനെ കാണാനെത്തി. ബിയോഡിഹിൽഡ് നിതാഡിൻ്റെ മകളാണ്. വീലൻഡിനോട് സ്വന്തം അച്ഛൻ ചെയ്ത ക്രൂരതകളെക്കുറിച്ചോ വീലൻഡിൻ്റെ പ്രതികാരങ്ങളെക്കുറിച്ചോ അറിയാതെയാണ് ബിയോഡിഹിൽഡ് മോതിരം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വന്നത്. ബിയോഡിഹിൽഡ് നിതാഡിൻ്റെ മകളാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ പ്രതികാരം വീട്ടാൻ വീലൻഡ് തീരുമാനിച്ചു. ആ പ്രതികാരത്തിൻ്റെ ഫലമായി വീലൻഡാൽ ബിയോഡിഹിൽഡ് ഗർഭിണിയായി. തുടർന്ന് മാന്ത്രിക ചിറകുകൾ നിർമ്മിച്ചുകൊണ്ട് വീലൻഡ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. സ്വന്തം സഹോദരങ്ങളുടെ മരണത്തിലും അവരുടെ ഘാതകനാൽ ഗർഭം ധരിച്ചതിലും ബിയോഡിഹിൽഡ് അത്യധികം ദുഃഖിച്ചു. അടുത്തതായി കവിതയിൽ പറയുന്നത് ഗീത്തിനെയും മെയ്റ്റ്ഹിൽഡിനെയും കുറിച്ചാണ്. മെയ്റ്റ്ഹിൽഡ് മെറ്റിൽഡ എന്ന പേരിലും അറിയപ്പെടുന്നു. മെയ്റ്റ്ഹിൽഡ് അഥവാ മെറ്റിൽഡയും ഗീത്തും പ്രണയിതാക്കളാണ്. മെറ്റിൽഡയ്ക്ക് ഒരു ശാപമേറ്റിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് പെട്ടെന്നുള്ള അല്ലെങ്കിൽ തികച്ചും അവിചാരിതമായ മരണം സംഭവിക്കും എന്നതാണ് മെറ്റിൽഡയ്ക്കേറ്റ ശാപം. തനിക്ക് ശാപമേറ്റതിനാൽ താൻ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന് മെറ്റിൽഡയ്ക്കറിയാം. അതിനാൽ തന്നെ പ്രണയിക്കരുതെന്ന് ഗീത്തിനോട് അവൾ ആവശ്യപ്പെട്ടു. എന്നാൽ അവളുടെ ആവശ്യത്തെ സ്വീകരിക്കാൻ ഗീത്ത് കൂട്ടാക്കിയില്ല. നദിയുടെ കുറുകെ ഒരു പാലം പണിതുകൊണ്ട് അവളെ താൻ രക്ഷപ്പെടുത്തുമെന്ന് ഗീത്ത് പറഞ്ഞു. എന്നാൽ സ്വന്തം വിധിയെ മറികടക്കാൻ തനിക്കാവില്ല എന്ന് മെറ്റിൽഡ വിശ്വസിച്ചു. ശാപമേറ്റ പോലെ നദിയിൽ മെറ്റിൽഡ മുങ്ങിത്താഴ്ന്നു. ആ കാഴ്ച കണ്ട് നിസ്സഹായനായ ഗീത്ത് സ്വന്തം ഹാർപ്പ് വായിച്ചു. ഒരു തരം വാദ്യോപകരണമാണ് ഹാർപ്പ്. അത്യധികം ദുഃഖത്താലാണ് ഗീത്ത് തൻ്റെ ഹാർപ്പ് വായിച്ചത്. ആ സംഗീതത്തിൻ്റെ ശക്തിയാൽ മെറ്റിൽഡയുടെ ശരീരം നദിയിൽ നിന്നും ഉയർന്നു വന്നു. ഈ പ്രസ്തുത കഥയിൽ 2 പര്യവസാനങ്ങളാണ് പറയപ്പെടുന്നത്. നദിയിൽ നിന്നും ഉയർന്നു വന്നത് മെറ്റിൽഡയുടെ ജീവനുള്ള ശരീരമാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ
നദിയിൽ നിന്നും ഉയർന്നു വന്നത് മെറ്റിൽഡയുടെ ജീവനുറ്റ ശരീരമാണെന്നും പറയപ്പെടുന്നു. ജീവനുറ്റ ശരീരം ഉയർന്നു വന്നപ്പോൾ ഗീത് അവളുടെ ശരീരത്തെ സംസ്കരിച്ചു. മാത്രമല്ല, അവളുടെ തലമുടി ഉപയോഗിച്ച് പുതിയൊരു ഹാർപ്പ് അയാൾ നിർമ്മിച്ചു. തിയോഡ്രിക് എന്ന രാജാവിനെക്കുറിച്ചാണ് കവിതയിൽ അടുത്തതായി പറയുന്നത്. ഓസ്ട്രോഗോത്തിക് രാജ്യം ഭരിച്ച ഒരു രാജാവാണ് തിയോഡ്രിക്. ഇവിടെ ഓസ്ട്രോഗോത്തിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ഇറ്റലിയാണ്. 30 വർഷത്തോളം തിയോഡ്രിക് രാജ്യം ഭരിച്ചു. തിയോഡ്രിക്കിൻ്റെ ഭരണത്തെക്കുറിച്ചും കവിതയിൽ പറയുന്നു. അടുത്തതായി എർമെൻറിക് എന്ന രാജാവിനെക്കുറിച്ചാണ് കവിതയിൽ പറയുന്നത്. ഒരു ഗോത്തിക് രാജ്യത്തിൻ്റെ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയാണ് എർമെൻറിക്. ഇവിടെ ഗോത്തിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന രാജ്യം ജർമ്മനിയാണ്. വളരെയേറെ കഠിനമേറിയ ശിക്ഷകൾ നൽകുന്ന ക്രൂരനായ ഒരു രാജാവാണ് എർമെൻറിക്. തൻ്റെ ഭാര്യയും മകനും തമ്മിൽ അവിഹിതബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എർമെൻറിക് കുതിരയുടെ ചവിട്ടേൽപ്പിച്ച് ഭാര്യയെ കൊന്നു. ഇത്രയധികം ക്രൂരനായ എർമെൻറിക് രാജാവ് ഭയന്നിരുന്നത് ഹൺസിനെയാണ്. സെൻട്രൽ ഏഷ്യയിലുള്ള നൊമാഡിക് ട്രൈബ്സാണ് ഹൺസ്. എർമെൻറിക്കിനേക്കാൾ ക്രൂര സ്വഭാവമുള്ളവരാണ് ഹൺസ്. അതുകൊണ്ട് തന്നെ സ്വന്തം രാജ്യത്തെ ഹൺസ് പിടിച്ചടക്കുമെന്നുള്ള ഭയത്താലും അവരെ നേരിടാനുള്ള ശക്തിയില്ലാത്തതിനാലും എർമെൻറിക് രാജാവ് ആത്മഹത്യ ചെയ്തു. ഒരു വ്യക്തി എപ്പോഴും തൻ്റെ സങ്കടങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം എപ്പോഴും ദുഃഖാവസ്ഥയിലായിരിക്കും. അവൻ്റെ ഹൃദയത്തിന് ഒരു തരത്തിലുള്ള സന്തോഷവും കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ ദുഃഖാവസ്ഥയിലായ ഹൃദയത്തോടെ സങ്കടങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തം പ്രശ്നങ്ങൾ പരിധിയില്ലാത്തവയാണെന്ന് തോന്നിത്തുടങ്ങും. പതിയെ പതിയെ സ്വന്തം പ്രശ്നങ്ങൾക്ക് ഒരു അന്തമില്ല എന്ന് തോന്നിത്തുടങ്ങും. അങ്ങനെ തോന്നിത്തുടങ്ങുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയിലുള്ള ഓരോ പ്രവൃത്തികൾക്കും ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രശസ്തി നൽകാനും ബഹുമതി നൽകാനും ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപമാനം നൽകാനും സങ്കടങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ നൽകാനും ദൈവം ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ സ്ഥിരമായ ഒരു അവസ്ഥയില്ല. എല്ലാം താൽക്കാലികമാണ്. ഇങ്ങനെ ഒരു ഉപദേശരൂപം നൽകിക്കൊണ്ടാണ് ദിയോർസ് ലാമെന്റ് എന്ന കവിത അവസാനിപ്പിക്കുന്നത്. മനുഷ്യന് സ്വന്തം വിധിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. ദൃഢനിശ്ചയത്തോടെയും ധൈര്യത്തോടെയും മാത്രമേ അതിനെ നേരിടാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഈ കവിതയുടെ പ്രമേയം. ഈ കവിതയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.